ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനെ പറ്റി എന്ത് ഒപ്പീനിയനാണ്, അഭിപ്രായമാണ് കീപ്പ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ അഭിപ്രായം അവരെ പറ്റി. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ അഭിപ്രായം എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് എന്ന് പറഞ്ഞു തരുന്നു. Judgment, Temperance, Six of Pentacles, King of Cups, Fool, Moon, Knight of Pentacles, Knight of Wands, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായമാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും കൂടെ എടുക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ട്, അവർക്ക് ഇഷ്ടമുള്ള ആ പേഴ്സണെ കുറിച്ചുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു തരൂ. ആ പേഴ്സണെ കുറിച്ചുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ കുറിച്ച് എൻ്റെ വ്യൂവേഴ്സിനുള്ള അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞു തരൂ. നൈറ്റ് ഓഫ് വാൻഡ്സ്, ടെമ്പറൻസ്. നിങ്ങളത് തന്നെയാണോ വിചാരിക്കുന്നത്? പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ലവേഴ്സ്, 10 ഓഫ് കപ്സ്. ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്, അത് ശരി. 4 ഓഫ് പെൻറ്റക്കിൾസ്, ശരി. ദ സ്റ്റാർ, ഓക്കെ. 8 ഓഫ് കപ്സ്. അവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എടുത്തില്ലല്ലോ. നൈറ്റ് ഓഫ് സ്വാർഡ്സ് ആയിരുന്നു അവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക്. നിങ്ങളുടെ കാർഡ്സിന് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വെച്ചിരിക്കുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് കേട്ടോ. അല്ലാതെ ഇങ്ങനൊരു അടുപ്പം തോന്നില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. അതുമാത്രമല്ല, ഇവർ വെറുതെ ഇരിക്കുന്ന എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇടയിൽ എന്താ പറയുക, നടന്ന സംഭാഷണങ്ങൾ, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ നടന്ന കാര്യങ്ങൾ, അതെല്ലാം വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ആലോചിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ. പിന്നെ അവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ദൈവഭയം നല്ലപോലെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾക്ക് അവരോട് 100% കമ്മിറ്റ്മെൻ്റ് ആണ്. കാരണം നിങ്ങൾക്കും അറിയാം അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളവിടെ അവരോട് 100% കമ്മിറ്റഡ് ആണ് എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഒട്ടും എടുത്തു ചാട്ടമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ഏറ്റവും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ടും ഒരു പ്രെയർ ഗ്രൂപ്പിലോ സത്സംഗം ഗ്രൂപ്പിലോ അങ്ങനെയൊക്കെ അമ്പലത്തിലോ പള്ളിയിലോ വെച്ചിട്ടൊക്കെ ആയിരിക്കണം നിങ്ങൾ ആദ്യമായിട്ട് കാണുകയോ മറ്റേ പതിവായിട്ട് കാണുന്നതോ എല്ലാം കേട്ടോ. സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു കണക്ഷൻ അവിടെ കാണുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സമാധാനമാണ് ഫീൽ ചെയ്യാറ് കേട്ടോ. കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ടൊന്നും പറയാറില്ല, വളരെ സമാധാനമായിട്ടാണ്. അവർ ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ പോലും അവരെ കൂളാക്കി സമാധാനപ്പെടുത്തി നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ്. ഓക്കെ. അതേപോലെ ആവശ്യക്കാർക്ക് എന്താ പറയുക, സഹായങ്ങൾ ചെയ്യാൻ നിങ്ങൾ മടിക്കാറില്ല എന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പറയുക, പാത്രം അറിഞ്ഞ് മാത്രമേ നിങ്ങൾ കൊടുക്കൂ എന്നുള്ള, അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ജെനുവിനാണ് അവരുടെ ആവശ്യം. ഈ ആവശ്യക്കാരൻ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ആരായാലും ശരി. അവർക്ക് ജെനുവിൻലി ആ ഒരു സഹായത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും
സഹായം ചെയ്ത് ഉറപ്പായിട്ടും നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കുമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു കേട്ടോ. അതുപോലെ അവർ ചിന്തിക്കുന്നത് അവർ നിങ്ങളോട് എത്രത്തോളം കമ്മിറ്റ്മെൻറ്റും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വെച്ചിട്ട് വളരെ ശാന്തമായും സമാധാനമായും ഇരുന്ന് ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങാറുള്ളൂ. ഓക്കെ, എടുത്തു ചാട്ടം തീരെയില്ല. ഓക്കെ, വളരെ കാമായിട്ട് ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ആക്കാം എന്നാണ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക. അല്ലാതെ അജിറ്റേറ്റഡ് ആയിട്ട് അയ്യോ ഈ പ്രശ്നം വന്നു ഇനി എന്ത് ചെയ്യും അങ്ങനെയല്ല. വളരെ കാമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യാം എന്നവർ കരുതുന്നുണ്ട് കേട്ടോ. അതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഒരുപാട് ചിരിക്കാനും തമാശകൾ പറയാനും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ എന്നും കരുതുന്നു. നിങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവരെ നിങ്ങൾ ഹാപ്പിയാക്കും. തമാശകൾ പറഞ്ഞ് നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള ആളാണ്, അങ്ങനെയൊക്കെ ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. ഇടയ്ക്ക് പെട്ടെന്ന് ഗ്ലൂമിയായി പോകും എന്നും ചിന്തിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഇൻസെക്യൂരിറ്റി കാരണമാണ് ഈ ഗ്ലൂമിനെസ് വരുന്നത്. അതായത് നിങ്ങളെ പേഴ്സണെ പ്രതി നിങ്ങൾ കുറച്ച് പൊസസീവാണ് എന്ന് അവർക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു ചിന്തയാണ് അവർ നിങ്ങളെ വിട്ടു പോകുമോ പോയാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഡൗൺ ആയി പോകുന്നത്. ഓക്കെ, അത് എസ്പെഷ്യലി സംഭവിക്കുന്ന ഫുൾ മൂൺ അടുപ്പിച്ച് ന്യൂ മൂൺ അടുപ്പിച്ചൊക്കെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നും അവർ ചിന്തിക്കാറുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയില്ലേ, അതുപോലെ ജോലിയിലായാലും നിങ്ങളുടെ കരിയറിലായാലും നിങ്ങൾ പതുക്കെ മതി. എനിക്ക് എടുത്ത് ചാടി ആരെയും പറ്റിച്ചിട്ട് ആരുടെയും എന്താ പറയുക പുറത്ത് കുത്തിയിട്ടൊന്നും എനിക്ക് ഒരു ഉന്നമനവും വേണ്ട. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ഇത് പ്രൂവ് ചെയ്തോളാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഹാർഡ് വർക്കിനുള്ള ഒരു എന്താ പറയുക പ്രതിഫലം നിങ്ങൾക്ക് കിട്ടാറുമുണ്ട് കേട്ടോ. ദൈവം കനിഞ്ഞ് അത് തരാറുമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക്. പിന്നെ വേറെ എന്താണ്, ഈ പറഞ്ഞ പോലെ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് കാണുന്നു. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പും ചെയ്യാൻ നിങ്ങൾക്ക് മടിയില്ല. നിങ്ങളായിരിക്കും ആദ്യം വന്ന് നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യാനൊക്കെ, അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ഒരു ഫങ്ഷനൊക്കെയാണ്, ഫങ്ഷൻ്റെ ജീവനായി നിങ്ങൾ മാറും എന്നും അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കില്ല. ആ തീരുമാനം വളരെ ക്ഷമയോടെ എടുക്കുകയുള്ളൂ. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ. പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. ഇന്നത്തെ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അത് ചെയ്തു, പിന്നെ അത് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് കരുതുന്നുണ്ട്. അതേപോലെ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണിശമായിട്ട് നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ആർക്ക് എന്ത് വേണം, എന്ത് ഹെൽപ്പ് വേണം, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആരെക്കൊണ്ടും നിങ്ങളോട് ചോദിപ്പിക്കാതെ അറിഞ്ഞ് തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് കാണുന്നു. യാത്രകൾ ഒരുപാട് പോകാൻ ഇഷ്ടമുള്ള ആളാണെന്നും കാണുന്നു കേട്ടോ. എപ്പോൾ ആര് വന്ന് യാത്ര പോവാം, ട്രിപ്പ് പോവാം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. യാത്രകൾ വളരെയധികം ഇഷ്ടമുള്ളൊരു ആളാണെന്ന് കാണുന്നുണ്ട്. ഫ്രണ്ട്സ് ട്രിപ്സൊക്കെ ഒത്തിരി പോകുന്ന ആളായിരിക്കണം, അങ്ങനെയും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം നിങ്ങളെ പറ്റി. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പേഴ്സണെ പറ്റി എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ അഭിപ്രായം, അവർ ഈ പറഞ്ഞ പോലെ യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ്. അതേപോലെ പെറ്റ് ലവർ ആയിരിക്കാം, പെറ്റ്സിന് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നും കാണുന്നുണ്ട്. അതേപോലെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്ന ഒരാളുമായിരിക്കാം. നിങ്ങളെക്കാൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ അധികം ദേഷ്യം വരാത്തൊരു വ്യക്തിയായിരിക്കാം. വളരെ കാമൻ ക്വയറ്റായിട്ട് എന്നാൽ കണിശമായി കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാ കാര്യവും ബാലൻസ്, ഏതാണോ ന്യായം അത് മാത്രമേ ചെയ്യുള്ളൂ. കണിശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. ഇവരെ പറ്റിക്കാനൊന്നും ആർക്കും പറ്റില്ല. അവർക്കറിയാം ആരെ എവിടെ നിർത്തണം, ഏത് റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം
എന്നെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ടൈം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ പേഴ്സൺ എന്നും കാണുന്നു കേട്ടോ. ഒന്നുകിൽ ഇവർക്ക് വർക്ക് തന്നെ ഓൺലൈൻ റിലേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറേ അധികം ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ടൈം വീഡിയോസ് കാണാൻ, റീൽസ് കാണാൻ, അങ്ങനെയൊക്കെ കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇല്ലെങ്കിൽ ചാറ്റിംഗ് ആയിരിക്കും, നിങ്ങളോടായിരിക്കാം, നിങ്ങളുടെ പിക്ചേഴ്സ് എപ്പോഴും എടുത്ത് നോക്കാറുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ട്, എപ്പോഴും ഓൺലൈൻ കാണും എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങളോട് ഒരുപാട് സ്നേഹം കീപ്പ് ചെയ്യുന്ന ആളാണ് എന്നും നിങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം അവർ നിങ്ങളോട് പ്രകടിപ്പിക്കാറുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ്, ഓൾറെഡി അവരുടെ ഫാമിലിയാണ് നിങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നും അവർ നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ അവർ പറയാറുണ്ടായിരിക്കും, നിങ്ങൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവല്ലേ എന്നുള്ള രീതിയിൽ ആ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന വാക്കിന് വിലയുണ്ട് അവർക്ക് എന്ന്, നിങ്ങൾ പറയുന്നത് എന്തോ ഒരു കേൾക്കും എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ അതുപോലെ എന്ത് കാര്യം, എന്ത് തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ഒരു പാർട്ട്ണറോട് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു ഭാര്യയോട് ഭർത്താവിനോട് എങ്ങനെയാണോ ഡിസ്കസ് ചെയ്യുക, അതുപോലെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് അവരെ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാവുന്നൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ. എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചാൽ കൃത്യമായിട്ട് വഴി കാട്ടുന്ന, ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ അവർക്ക് സ്നേഹമാണ്, കരുതലാണ്, റെസ്പെക്റ്റാണ്. ഇങ്ങനെ കാണുമ്പോൾ ചേർത്ത് പിടിക്കുന്ന തരം, അതൊരു എന്താ പറയുക, ഒരു ലസ്റ്റ് കാരണം ചേർത്ത് പിടിക്കുന്നതല്ല. നിങ്ങൾ അവരുടെ സംരക്ഷണയിലാണ് എന്ന് നിങ്ങളെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഹഗ് അവർ നിങ്ങൾക്ക് തരാറുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് കാണുന്നു. നിങ്ങളെ പ്രതി നിങ്ങളുടെ പേഴ്സൺ വല്ലാത്ത പൊസസീവാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ടാവും, അവരോട് സംസാരിക്കരുത്, ഇവരോട് സംസാരിക്കരുത്, പൈസ ചിലവാക്കരുത്, എല്ലാം ശ്രദ്ധിക്കണം, ഭാവിയിലേക്ക് എടുത്തു വെക്കണം, അങ്ങനെ എല്ലാം പറഞ്ഞ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ സംരക്ഷിച്ച് വളരെ പൊസസീവായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഭാഗ്യദേവതയും കൂടിയാണ് ഇവർ. നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഒരുപാട് ലക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിട്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. 8 ഓഫ് കപ്സ് എന്ന് ക്ലാരിഫൈ ചെയ്യുക. 8 ഓഫ് കപ്സ് എന്ന് ക്ലാരിഫൈ ചെയ്യുക. സ്ട്രെങ്ത്. പലരുടെയും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെന്നും കാണുന്നു കേട്ടോ. ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യാറുണ്ടെന്ന് അവർ പറയാറുണ്ടായിരിക്കും. ഓക്കെ, വന്ന് കണ്ട് പോകേണ്ടുന്ന സാഹചര്യമാണ്, യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിൽ അവരിയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുമാത്രമേ അവർക്കൊരു ബോധറേഷനായിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇക്കാലത്ത് വീഡിയോയും കാര്യങ്ങളും, വീഡിയോ കോളും എല്ലാം ഉണ്ടെങ്കിലും ഇൻ പേഴ്സൺ കാണുന്ന പോലെ ആവില്ലല്ലോ. അതൊരു മിസ്സിങ് എനർജി അവരെപ്പോഴും നിങ്ങളോട് പറയാറുണ്ടായിരിക്കും. എപ്പോഴും അടുത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു ഫീലിംഗ് അവർക്കുള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ പറയും സാരമില്ല, ഉടനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമാധാനിപ്പിക്കാറുണ്ടായിരിക്കും. അതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഒക്കെ തന്നെയാണ് കാണുന്നത് അല്ലേ. ഒരു മോശപ്പെട്ട അഭിപ്രായമൊന്നും കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല, നല്ല കാര്യം തന്നെ. ഓക്കെ, അപ്പോൾ മതിയോ ഇന്നത്തെ ഇത്? മെസ്സേജസ് വേണോ? ഞാൻ ടാരോയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് എടുത്തു തരാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ മെസ്സേജസ് ഇവർക്കായിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ മെസ്സേജസ്. ടെമ്പറൻസ്, Knight of Swords, Fool, 8 of Cups. നേരത്തെ നമ്മളുടെ റീഡിങ് കണ്ടത് തന്നെയാണ്. പേജ് ഓഫ് പെൻഡക്കിൾസ് കണ്ട് തിരിഞ്ഞിരിക്കുന്നു. എംപ്രസ്, ശരി. 4 of Wands, Strength, 9 of Cups, Lovers,
ബേസിക്കായിട്ട് അവരാദ്യമേ പറയുന്നത് ഐ ലവ് യു അല്ലേ, ലവേഴ്സ് വരുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നു കേട്ടോ. അതുപോലെ അവർ ക്ഷമയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ അവരെ പറ്റി ടെൻഷൻ അടിക്കണ്ട എന്നും പറയുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കാണാൻ എത്തുന്നതാണ് എന്നും പറയുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് അവർക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഇരിക്കുന്നത്, നിങ്ങളിൽ നിന്നും ദൂരെ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു. നിങ്ങളെ കാണാൻ ഓടിയെത്താൻ അവർക്ക് ആഗ്രഹമുണ്ട് എന്നും പറയുന്നു. നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, വളരെ സ്നേഹമായി, ജോളിയായി, ഹാപ്പിയായി, നല്ല രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ മാത്രം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്നവർ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം, തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ജീവിതത്തിലെ എംപ്രസ് സാന്നിധ്യമാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിലില്ല എന്നവർ തറപ്പിച്ച് പറയുന്നു കേട്ടോ. നിങ്ങളുടെ സ്ഥാനം അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പലർക്കും ഒരു പ്രപ്പോസൽ അവർ സ്നേഹം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വെളിപ്പെടുത്താൻ സാഹചര്യമുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ അവരുടെ സൈഡിൽ നിന്നും വരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് പറയാൻ കേട്ടോ. അതേപോലെ ദൂരെ ദിക്കിലുള്ളവരാണെങ്കിൽ അവർ ക്ഷമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എനിക്ക് ഇനി ഒരു 7 ദിവസത്തിൻ്റെ ഒരു ടൈം പീരീഡ് കാണുന്നുണ്ട്. 7-8 ദിവസം ഇനി നിങ്ങൾ തമ്മിൽ കാണണമെങ്കിൽ ഒരു 7-8 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. അതുവരെയും അവർ ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എന്ത് തന്നെയായാലും നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ പറയുന്നു. ഓക്കെ, അവർക്ക് ലൈഫിൽ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ് എന്ന് പറയുന്നു. ഓക്കെ, മിസ്സിങ് എനർജി വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഇമോഷണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എന്നും പറയുന്നു. ഇടയ്ക്ക് സങ്കടമൊക്കെ വരാറുണ്ട് നിങ്ങളെ ഓർക്കുമ്പോൾ എന്നും പറയുന്നുണ്ട്. വീണ്ടും സങ്കടം, മിസ്സിങ് എനർജി സ്ട്രോങ് ആയിട്ട് കാണുന്നു. അത് കാണാനുള്ള കാര്യം ഇന്ന് ന്യൂ മൂണാണ്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ മിസ്സിങ് എനർജി, വിരഹം അതൊക്കെ ഇന്ന് കൂടുതലായിട്ട് തോന്നാനുള്ള സാഹചര്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് വിരഹമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. സ്നേഹം ഒരുപാട് മനസ്സിലുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ആ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അനങ്ങാതിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് എന്നവർ പറയുന്നു. എന്നിരുന്നാലും നിങ്ങൾ ഓൾറെഡി അവരുടെ മനസ്സിൽ അവരുടെ പാർട്ട്ണറെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞ് കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഒരേ റീഡിങ്ങിൽ അടുത്തടുത്ത് വന്നിരിക്കുന്നു അല്ലേ. അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പടിസ്ഥാനം മുകളിലാണ്. ഓക്കെ, അവർക്ക് മുകളിലാണ് അവർ നിങ്ങളെ വെച്ചിരിക്കുന്നത് ഇമോഷണലി. ഓക്കെ എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എന്നും നിങ്ങൾ കൂടെ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ളാണ് അവർക്ക് ഫീൽ ചെയ്യാറുള്ളത് എന്നും പറയുന്നു. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ തറപ്പിച്ച് പറയുന്നുണ്ട്. നിങ്ങളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവർക്ക് തോന്നാറുണ്ട് എന്നും അവർ പറയുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവരുടെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയും മതി അല്ലേ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്തു തരണേ പ്ലീസ്. വേറൊന്നുമില്ല. പേഴ്സണൽ റീഡിങ് വേണ്ടവരെ കോണ്ടാക്ട് ചെയ്തോളൂ. അപ്പോൾ പലയിടത്തും ഫ്ലൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചിരിക്കുക കേട്ടോ. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറുന്നില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കൂ. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.